സിനിമയിൽ പല സസ്പെൻസ് ത്രില്ലറുകളും മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് രഞ്ജിത്ത്. ഗംഭീരമായ കഥയും തിരക്കഥയും കൊണ്ട് പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സിനിമാ തിരക്കഥകളേക്കാൾ നാടകീയമായ നീക്കങ്ങളാണ് കഴിഞ്ഞ രാത്രി പോലീസ് നടത്തിയത്. ലൈംഗിക പീഡന കേസിൽ പരാതി കിട്ടിയത് മുതൽ അന്വേഷണ സംഘം രഞ്ജിത്തിനെ പിന്തുടർന്നു. കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനുകളിൽ സാധാരണക്കാരെന്ന വ്യാജേന ഷാഡോ പോലീസ് തമ്പടിച്ചു. രഞ്ജിത്തിൻ്റെ ഓരോ ചലനങ്ങളും ഫോൺ സംഭാഷണങ്ങളും നിരീക്ഷിച്ചു. അറസ്റ്റ് ഉണ്ടാകുമെന്ന് സൂചനകൾ ലഭിച്ചതോടെ ലൊക്കേഷൻ വിടാൻ ശ്രമിച്ചെങ്കിലും ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് പ്രതിക്കായി വലമുറുക്കി. പിന്നീടാണ് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള തീരുമാനം. എന്നാൽ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം മണത്തറിഞ്ഞ് കോട്ടയത്ത് നിന്ന് ഇടുക്കി വഴി ഒളിവിൽ പോകാൻ രഞ്ജിത്തിൻ്റെ ശ്രമം. പക്ഷേ അതീവ രഹസ്യമായി അന്വേഷണ സംഘം നടത്തിയ രാത്രികാല ഓപ്പറേഷൻ സിനിമയിലെ ഉന്നതന് ജയിലിലേക്ക് വഴിയൊരുക്കി. എങ്ങനെയാണ് പോലീസ് രഞ്ജിത്തിനെ പൊക്കിയത്? അയാൾക്കെതിരായ കേസ് എത്രത്തോളം ഗൗരവമുള്ളതാണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സംവിധായകൻ രഞ്ജിത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന വ്യക്തിയാണ്. ഇയാൾ മുൻപും ലൈംഗിക അതിക്രമ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് രഞ്ജിത്തിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ. എന്നാൽ ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള കരുത്ത് തനിക്കില്ലെന്നും ആരോഗ്യസ്ഥിതി മോശമെന്നുമാണ് പ്രതിയുടെ വാദം. പരാതി വ്യാജമാണെന്നും ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും രഞ്ജിത്ത് ആരോപിക്കുന്നു. കേസിൽ റിമാൻഡിലായ പ്രമുഖ സംവിധായകൻ ഇപ്പോൾ ജയിലിലാണ്. അതിക്രമം നേരിട്ട ശേഷം അതിജീവിതം മാനസികമായി തകർന്നു പോയെന്നും കൗൺസിലിംഗ് അടക്കമുള്ള ചികിത്സ തേടിയെന്നുമാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ജനുവരി 30-ന് ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് സെറ്റിൽ കാരവിനുള്ളിൽ വെച്ച് അതിക്രമം നടന്നതായാണ് നടിയുടെ പരാതി. സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് അതിക്രമം നേരിട്ട ശേഷം അതിജീവിതം മാനസികമായ ഏറെ പ്രശ്നങ്ങൾ നേരിട്ടെന്നും ഇതിനായി കൗൺസിലിംഗ് അടക്കമുള്ള ചികിത്സ തേടിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പിന്നീടാണ് അതിജീവിതയും കുടുംബവും പോലീസിൽ പരാതി നൽകിയത്. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് നടിക്കെതിരെ അതിക്രമം ഉണ്ടായതെന്നും അതിജീവിതയായ നടി കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടതിന് സാക്ഷികളുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറയുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമികമായ അന്വേഷണത്തിൽ വ്യക്തമായി. രഞ്ജിത്ത് ഒളിവിൽ പോകാൻ ശ്രമിച്ചതായാണ് സൂചനയെന്നും കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അസൈൻമെൻറ്റ് നമ്മളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇങ്ങനെ ഒരു ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അന്ന് തന്നെ നമുക്കൊരു SIT രൂപീകരിച്ച് വുമൻ പോലീസ് ഓഫീസേഴ്സാണ് ഇനിഷ്യലി ഇട്ട് പിന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വളരെ ഡിസ്ക്രീറ്റായിട്ട് നമുക്ക് കുറേ വെരിഫിക്കേഷനും ചെയ്യാനുണ്ടായിരുന്നു. ഏതെങ്കിലും ചില ആൾറെഡി നോൺ കേസിലുള്ള ആൾക്കാരുടെ സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറേ വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ മുൻകൂട്ടി പോയത്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വുമൻ എസ്പെഷ്യലി ഇൻ വർക്ക് പ്ലേസ്. ബിക്കോസ് ആൾറെഡി 2 കേസ് ഉണ്ടായിരുന്നും. ഒന്ന് 377 ആയിരുന്നു, ഒന്ന് 354 ആയിരുന്നു. ആ 2 കേസിലെയും കേസ് അതൊരു റീസണിൽ കോശായി പോയതാണ്. യുവതിയുടെ മൊഴിയെടുത്തപ്പോഴാണ് ഇവർ ക്രൂരമായ അതിക്രമം നേരിട്ടിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായത്. തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന SIT രൂപീകരിച്ചു. വിശദമായ മൊഴിയെടുത്ത ശേഷം പ്രാഥമിക അന്വേഷണം നടത്തി. പരാതിയിൽ കടമുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് കേസെടുക്കുകയും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കൊച്ചിയിൽ നിന്ന് തൊടുപുഴയിലേക്ക് പോകുമ്പോഴായിരുന്നു അറസ്റ്റ്. കൊച്ചി DCP അശ്വതി ജിജിയുടെ മേൽനോട്ടത്തിൽ 4-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിജീവിത ആദ്യഘട്ടത്തിൽ വലിയ ആഘാതത്തിലായിരുന്നുവെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന DCP അശ്വതി ജിജി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ സർവൈവർ കുറച്ച് ട്രോമയിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇൻസിഡൻറ്റ് പിന്നെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തപ്പം ട്രൂ ആണെന്ന് നമുക്ക് റീസണബിളി മനസ്സിലായി. തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നും ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുമാണ് രഞ്ജിത്തിന്റെ പ്രധാന വാദം. തന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള കരുത്ത് തനിക്കില്ലെന്നും രഞ്ജിത്ത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. സിനിമയ്ക്കകത്തും പുറത്തും തനിക്ക് നിരവധി ശത്രുക്കളുണ്ടെന്നും അവരാണ് ഈ കള്ളപ്പരാതിക്ക് പിന്നിലെന്നും അദ്ദേഹം ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നു. എല്ലാം തെളിയുമെന്ന് മാത്രമാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ രഞ്ജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.
കേസിനെ കുറിച്ച് എന്താ പറയുക? സാറേ ഇത് കള്ളക്കേസാണോ സാറേ? ആണോ? എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? അറിയില്ല, നോക്കാം, അന്വേഷിക്കാം. സമാന വിധത്തിലുള്ള 2 കേസുകൾ മുൻപ് രഞ്ജിത്തിനെതിരെ ഉണ്ടായിരുന്നതും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. പരാതി ലഭിച്ചതിന് പിന്നാലെ DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അതീവ രഹസ്യമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. മരടിലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് മാറ്റി. രഞ്ജിത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന വ്യക്തിയാണെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം. സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇയാൾ മുൻപും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ അറസ്റ്റ് അനിവാര്യമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും പ്രതിക്കെതിരാണെന്നും പോലീസ് കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ കുട്ടികൾക്ക് എവിടെയാണ് സുരക്ഷയുള്ളത്? സ്വന്തം വീട്ടിലും നാട്ടിലും പോലും അവർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. അച്ഛനും അയൽവാസിയും ബന്ധുവും വില്ലന്റെ വേഷത്തിലെത്തുന്നു. ഭീതിയോടെയാണ് നമ്മുടെ പെൺകുട്ടികൾ ഇവിടെ ജീവിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഒരൊറ്റ ദിവസം റിപ്പോർട്ട് ചെയ്ത 3 കേസുകളെക്കുറിച്ച് കേട്ടാൽ ഈ നാട്ടിൽ ജീവിക്കാൻ തന്നെ പേടി തോന്നും. ബേടകത്ത് പീഡനത്തിനിരയായ 10ാം ക്ലാസ്സുകാരി ഗർഭിണിയായ സംഭവം. മേൽപ്പറമ്പിൽ മകളെ പീഡിപ്പിച്ച പിതാവിൻ്റെ ക്രൂരത. ചന്തേരയിൽ 6 വയസ്സുകാരിയെ 82കാരൻ പീഡിപ്പിച്ച കേസ്. 3 സംഭവങ്ങളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വ്യത്യസ്ത സംഭവങ്ങളിലാണ് കാസർഗോഡ് ജില്ലയിൽ പോലീസ് 3 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ബേടകം, മേൽപ്പറമ്പ്, ചന്തേര പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഗർഭിണിയായ സംഭവത്തിലാണ് ബേടകം പോലീസ് കേസെടുത്തത്. 15കാരിയുടെ പരാതി പ്രകാരം കുറ്റിക്കോൽ പഞ്ചായത്തിൽ താമസക്കാരനും ബന്ധുവുമായ യുവാവിനെതിരെയാണ് കേസെടുത്തത്. പെൺകുട്ടി ഗർഭിണിയാണെന്ന് വ്യക്തമായതോടെയാണ് പീഡന വിവരം പുറത്തായത്. പ്രതിയെ കണ്ടെത്താൻ ബേടകം പോലീസ് അന്വേഷണം തുടങ്ങി. എട്ടാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച പിതാവിനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. മാസങ്ങളായി നടന്ന പീഡനം സംബന്ധിച്ച് മാതാവിന് അറിവുണ്ടായിരുന്നതായി പറയുന്നു. കുറ്റകൃത്യം അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിന് മാതാവിന്റെ പേരിലും കേസെടുത്തു. പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്തേരയിൽ 6 വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കിയതിന് 82കാരനെതിരെ ചന്തേര പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ അടുത്ത ബന്ധുവാണ് കേസിലെ പ്രതി. ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമായി ഇവിടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ നിയമവും നിയമ സംവിധാനങ്ങളും ശക്തമാകണം. അതായത് കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ കുറ്റകൃത്യങ്ങൾ തടയാൻ കഴിയൂ. പാലക്കാട് ദേശമംഗലത്ത് ഭിന്നശേഷിക്കാരിയായ സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ 8 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി പറഞ്ഞത്. ദേശമംഗലം സ്വദേശി 33കാരനായ വിനോദിന് ജീവിതാവസാനം വരെയും ജീവപര്യന്തം തടവാണ് ശിക്ഷ. പ്രതി 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ഉത്തരവിലുണ്ട്. ലാണ് കേസിനാസ്പദമായ സംഭവം. ഭിന്നശേഷിക്കാരിയായ സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിലാണ് ദേശമംഗലം പല്ലൂർ സ്വദേശി 33കാരൻ വിനോദിന് ജീവിതാവസാനം വരെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ദിനേശൻ പിള്ളയാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്.
വിവിധ വകുപ്പുകളിലായാണ് ശിക്ഷ വിധിച്ചത്. പിഴസംഖ്യ ഇരയ്ക്ക് നൽകാനും വിധിയായി. ഇൻസ്പെക്ടർമാരായ ഹിദായത്തുള്ള മാബ്ര, ടി മനോഹരൻ, സബ് ഇൻസ്പെക്ടർ CK രാജേഷ് എന്നിവരാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A സന്ദീപ് ഹാജരായി. പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലെ ലൈസൺ ഓഫീസറായ S മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. കേസിൽ ആകെ 15 സാക്ഷികളെ വിസ്തരിച്ചു. 17 രേഖകളും ഹാജരാക്കി. ന്യൂസ് 18 പട്ടാമ്പി. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിനായി സംസ്ഥാനത്തും പുറത്തും ബലവിരിച്ചിരിക്കുകയാണ് പോലീസ്. ഇയാൾ നാട് വിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് അയൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അതിനിടെ പ്രതി ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. കേസ് ഈ മാസം 4 കോടതി പരിഗണിച്ചേക്കും. പ്രക്ഷോഭിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരാതിക്കാരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയിലാണ് പ്രക്ഷോഭ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. പാലക്കാട്ടെ അഭിഭാഷകൻ മുഖേന സമർപ്പിച്ച ജാമ്യഹർജി ഈ മാസം 4 കോടതി പരിഗണിച്ചേക്കും. താൻ നിരപരാധിയാണെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രക്ഷോഭ് പറയുന്നു. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ജാമ്യാപേക്ഷയിലുണ്ട്. പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറായ പ്രക്ഷോഭ് ജോലി വാഗ്ദാനം ചെയ്ത യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. പ്രക്ഷോഭനെതിരെയുള്ള പീഡന പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മജിസ്ട്രേറ്റ് കോടതി യുവതിയുടെ വിശദമായ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന പ്രക്ഷോഭ് യുവതി പരാതി നൽകിയതോടെ ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾ സ്ഥലം വിട്ടു പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അയൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പ്രക്ഷോഭനെതിരായ തെളിവുകൾ യുവതി പോലീസിന് കൈമാറിയിരുന്നു. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. MP-മാരായ ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ എന്നിവരുടെ പേര് പറഞ്ഞ് തന്നെ പ്രക്ഷോഭ് ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. അട്ടപ്പാടിയിലെ മധുവിനെ ഓർക്കുന്നില്ലേ? മലയാളികളുടെ മനസ്സിലെ നീറുന്ന നൊമ്പരമാണ് ആ ചെറുപ്പക്കാരൻ. മോഷ്ടക്കുറ്റം ആരോപിച്ചാണ് മനസ്സാക്ഷിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ മധുവിനെ കൊന്നില്ലാതാക്കിയത്. ആ ആൾക്കൂട്ട കൊലപാതകത്തിൽ അട്ടപ്പാടി മാത്രമല്ല വിറങ്ങലിച്ചത്, ഈ നാട് മുഴുവനുമാണ്. ഇന്ന് എറണാകുളം പെരുമ്പാവൂരിൽ നിന്ന് സമാനമായ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ വാർത്ത കേട്ടു. പ്ലൈവുഡ് കമ്പനിയിൽ മോഷ്ടക്കുറ്റം ആരോപിച്ച് അസം സ്വദേശിയായ നൂറുൽ ഹുസൈൻ എന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ 6 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നാടിന് നടുക്കിയ സംഭവം. അസം സ്വദേശികളായ അലാവുദ്ദീൻ, മിനാറുൾ, സാക്കിർ ഹുസൈൻ, ഹബീസുദ്ദീൻ, ഹസൻ അലി, മുസമ്മിൽ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ താമസിക്കുന്ന മുറിയിൽ കയറി മൊബൈൽ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവാവിനെ പിടികൂടുകയും തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ മർദ്ദനത്തിനിടയിലാണ് യുവാവ് മരിച്ചത്. കൊല്ലപ്പെട്ടയാളെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. അസം സ്വദേശി നൂറുൽ ഹുസൈനാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഇയാൾ മോഷണക്കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണെന്ന് പോലീസ് പറയുന്നു. പ്ലൈവുഡ് കമ്പനിയിലെ കോർ ഉപയോഗിച്ചാണ് ഇയാളെ മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നു. മുഖത്തും വയറിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളെ അവരുടെ ജോലി സ്ഥലത്തിന് സമീപത്തു നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. മൃതദേഹം പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.
പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ലഹരി ഉപയോഗവും കുറ്റകൃത്യങ്ങളും വ്യാപകമാകുന്നതായി നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധനകൾ നടത്തിവരുന്നതിനിടയിലാണ് നാടിനെ നടുക്കിയ ആൾക്കൂട്ടക്കൊല ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. അയൽവാസികളുമായി നിങ്ങൾ എപ്പോഴെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? ചെറിയ വാക്കുതർക്കം മതി അത് വലിയ കലഹത്തിലേക്ക് മാറാൻ. ഒരിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനും അല്പം പ്രയാസമല്ലേ? എന്നാൽ ഇങ്ങനെയുള്ള ചെറിയ വഴക്ക് സംഘർഷവും കൊലപാതകവുമായി മാറാനും സാധ്യതയുണ്ട്. കോട്ടയം മണർകാട് അയൽ വീട്ടിൽ CCTV വയ്ക്കുന്നത് തടയാൻ ചെന്ന സ്ത്രീയുടെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അയൽവാസികളുമായി വഴക്കിനിടെയാണ് കുന്നുംപുറ സ്വദേശിനി ശാന്തകുമാരിയെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തർക്കത്തിനിടെ തലക്കേറ്റ അടിയാകാം മരണകാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലുണ്ട്. മണർകാട് കുഴിപ്പുരയിടത്ത് കഴിഞ്ഞ ദിവസമാണ് സംഭവം. അയൽവീട്ടിൽ CCTV വയ്ക്കുന്നത് തടയാൻ ചെന്ന സ്ത്രീയെയാണ് അതേ വീടിന്റെ മുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നുംപുറത്ത് മാളിയേക്കൽ വീട്ടിൽ 65-കാരിയായ ശാന്തകുമാരിയാണ് മരിച്ചത്. ഇവരുടെ തലയ്ക്ക് പരിക്കുണ്ട്. സംഘർഷത്തിനിടെ തലയ്ക്ക് അടിയേറ്റതാണോ മരണകാരണമെന്നാണ് പോലീസിന്റെ സംശയം. സംഭവവുമായി ബന്ധപ്പെട്ട് നട്ടാശ്ശേരി സ്വദേശി നൊങ്ങലിൽ വാടകയ്ക്ക് താമസിക്കുന്ന പൂവത്തിൻ കിഴക്കേതിൽ എബി ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കസ്റ്റഡിയിലായ എബിയുടെ ഭാര്യ വീടിന്റെ മുറ്റത്താണ് പ്രത്യേക പോസ്റ്റിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതിന്റെ പണികൾ നടക്കുന്നതിനിടെ ശാന്തകുമാരിയും മകൾ അനശ്വരയും കൊച്ചുമകളും എത്തി തടസ്സം നിന്നു. തങ്ങളുടെ വീട്ടിലെ ദൃശ്യങ്ങൾ CCTVയിൽ പതിയുമെന്നായിരുന്നു ആരോപണം. കയ്യിൽ കരുതിയിരുന്ന മുളകുപൊടി ഇവർ എറിഞ്ഞതോടെ ചെറിയ തോതിൽ കയ്യാങ്കളി ഉണ്ടായതായാണ് വിവരം. സംഘർഷത്തിനിടെയാണ് ശാന്തകുമാരിയുടെ തലയ്ക്ക് പരിക്കേറ്റത്. സമീപവാസി അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ മണർകാട് പോലീസാണ് ശാന്തകുമാരിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഇരു കുടുംബങ്ങളും തമ്മിൽ വഴിപ്രശ്നത്തിൽ അടക്കം നേരത്തെ തർക്കം നിലനിന്നിരുന്നു. അന്വേഷണം തുടരുകയാണെന്നും പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണത്തിൽ വ്യക്തത വരികയുള്ളൂവെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കോട്ടയം. മാതാപിതാക്കൾ എത്ര ബുദ്ധിമുട്ടിയാണ് മക്കളെ വളർത്തി വലുതാക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒരു നിമിഷത്തെ തോന്നലിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ രക്ഷിതാക്കൾക്ക് തീരാ കണ്ണീരാണ് സമ്മാനിക്കുന്നത്. ഇന്നത്തെ തലമുറ ഇത്ര മനക്കട്ടിയില്ലാത്തവരായി മാറുന്നത് ആശങ്കയോടെ കാണേണ്ട കാര്യമാണ്. ജീവിതത്തിൽ നല്ലത് മാത്രമല്ല സംഭവിക്കുകയെന്നും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്താണ് ജീവിത വിജയം നേടേണ്ടതെന്നും ആരാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? രക്ഷിതാക്കൾക്ക് മാത്രമല്ല, അധ്യാപകരടക്കം സമൂഹത്തിനാകെ അക്കാര്യത്തിൽ ബാധ്യതയുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു. തീർത്ഥ എന്ന മിടുക്കിക്കുട്ടി എന്തിനാണ് ജീവനൊടുക്കിയതെന്നറിയാൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാട്ടാക്കട മൂങ്ങോട്ടിൽ ലാൽമോഹന്റെയും സരിതയുടെയും മകൾ തീർത്ഥയെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിലെ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാനായി കുട്ടി പോയിരുന്നു. തിരികെ വീട്ടിൽ വന്ന ശേഷം മുറിയിൽ കയറി കഥ കടച്ചു. എത്ര വിളിച്ചിട്ടും തുറക്കാത്തതിനെ തുടർന്ന് ബലമായി തുറന്നു നോക്കിയപ്പോഴാണ് കുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുളത്തുമ്മൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തീർത്ഥ. ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബന്ധുക്കളുടെയും കുട്ടിയുടെ സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ചില നാട്ടും പ്രദേശങ്ങളിൽ ചെന്നാൽ തിണ്ണമെടുക്ക് കാണിക്കുന്നവരെ കാണാറില്ല. മറ്റു സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതും തല്ലുന്നതുമാണോ ഹീറോയിസം? എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചില ആളുകളുണ്ട്. കാസർഗോഡ് കർണാടക RTC ബസ്സിലെ ജീവനക്കാരെ മർദ്ദിച്ച സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്.
നടുറോഡിൽ വെച്ചാണ് ബസ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയത്. കർണാടക ബസ്സിൽ കയറ്റിവിടാതെ സ്വകാര്യ ബസ് കിലോമീറ്ററുകളോളം തടസ്സം സൃഷ്ടിച്ചതോടെ ഡ്രൈവർ തുടർച്ചയായി ഹോൺ മുഴക്കിയതാണ് പ്രകോപന കാരണം. പിന്നാലെ കർണാടക ബസ്സിലെ ഡ്രൈവറെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. കിലോമീറ്ററുകളോളം വഴി കൊടുത്തില്ലെന്നതിനെ ചോദ്യം ചെയ്ത കർണാടക RTC ബസ് ഡ്രൈവർക്ക് നേരെയാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മർദ്ദനം. വിദ്യാനഗറിൽ വെച്ചാണ് കർണാടക RTC ബസ് ഡ്രൈവറെ നടുറോഡിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. സ്വകാര്യ ബസ് കണ്ടക്ടറാണ് ഡ്രൈവറെ ആക്രമിച്ചതെന്നാണ് പരാതി. 3 ദിവസം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കർണാടക RTC ബസ്സിന് സൈഡ് നൽകാതെ സ്വകാര്യ ബസ് കിലോമീറ്ററുകളോളം മുന്നിൽ സഞ്ചരിച്ചു. തുടർന്ന് KSRTC ഡ്രൈവർ തുടർച്ചയായി ഹോൺ മുഴക്കിയതിൽ പ്രകോപിതനായി സ്വകാര്യ ബസ് കണ്ടക്ടർ വാഹനം നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു. ട്രിഷാൽ എന്ന സ്വകാര്യ ബസ്സുമായി ബന്ധപ്പെട്ട ജീവനക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പരാതി. സംഭവത്തെ തുടർന്ന് KSRTC ഡ്രൈവർ പോലീസിൽ പരാതി നൽകി. ഇതിനിടെ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മല്ലികാർജുന ക്ഷേത്രം വരെ സ്വകാര്യ ബസ്സുകൾ മറ്റു വാഹനങ്ങൾക്ക് വഴിയൊരുക്കാതെ തടസ്സം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടും കാര്യമായ നടപടി ഉണ്ടാകാത്തതിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം കാളികാവിലെ ഒരു കുപ്രസിദ്ധ കള്ളന്റെ കഥയിലേക്കാണ്. ആളില്ലാത്ത വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്നതാണ് വാക്കേൽ അക്ബർ എന്ന മോഷ്ടാവിൻ്റെ രീതി. മോഷ്ടം മുതൽ വിറ്റ് ഗോവയിലും മറ്റും ആഡംബര ജീവിതം നയിക്കും. ഒപ്പം കൂട്ടുപ്രതികൾക്കൊപ്പം ഉല്ലാസയാത്രയും. കഴിഞ്ഞ ഒക്ടോബറിൽ കാളികാവിൽ ആളില്ലാത്ത വീടിൻ്റെ വാതിലിന് തീയിട്ട് സ്വർണവും പണവും കവർന്ന കേസിലാണ് പ്രതിയൊടുവിൽ പിടിയിലായത്. അട്ടപ്പാടിയിൽ തോട്ടം തൊഴിലാളിയുടെ വേഷത്തിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു അക്ബർ. അതിനിടെ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതിക്ക് കുരുക്കായത്. അഞ്ചു മാസം മുമ്പ് കാളികാവ് അമ്പലക്കുന്നിൽ വീടിന്റെ വാതിൽ തീയിട്ട് നശിപ്പിച്ച് സ്വർണവും പണവും മോഷ്ടിച്ച കേസിലാണ് ഒളിവിലായിരുന്ന പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കുപ്രസിദ്ധ മോഷ്ടാവ് വഴിക്കടവ് പൂവത്തിപ്പൊയിൽ സ്വദേശി വാക്കയിൽ അക്ബറാണ് പിടിയിലായത്. അട്ടപ്പാടിയിൽ തോട്ടം തൊഴിലാളി എന്ന വ്യാജേന ഒളിവിൽ കഴിയുകയായിരുന്നു അക്ബർ. പ്രതി അട്ടപ്പാടിയിലുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് ആഴ്ചകളോളം രഹസ്യ നിരീക്ഷണം നടത്തിയ ശേഷമാണ് കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ ഷാജിമോന്റെ നേതൃത്വത്തിലുള്ള സംഘം അക്ബറിനെ അറസ്റ്റ് ചെയ്തത്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മോഷണം മുതൽ വിറ്റ് ഗോവയിലും മറ്റും ആഡംബര ജീവിതം നയിക്കുന്ന പ്രതി കാളികാവിലെ മോഷണത്തിന് ശേഷം നേപ്പാളിൽ കൂട്ടുപ്രതികൾക്കൊപ്പം ഉല്ലാസയാത്ര നടത്തിയിരുന്നു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ അക്ബർ കഴിഞ്ഞ ജൂലൈയിലാണ് ജയിൽ മോചിതനായത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഒക്ടോബർ 23 കാളികാവ് അമ്പലക്കുന്ന് സ്വദേശി ഷിഫ്നയുടെ വീടിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2.25 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 47,000 രൂപയും കവർന്നത്. ഷിഫ്നയുടെ പിതാവിന് സുഖമില്ലാത്തതിനാൽ കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്ന സമയത്താണ് മോഷണം. നിലമ്പൂർ DYSP VK വിശ്വംഭരൻ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം. SI മാരായ അബ്ദുൾ റസാഖ് T, അൻവർ സാദത്ത്,
സീനിയർ CPO ക്ലിൻ ജേക്കബ്, സുനിൽ മമ്പാട്, നിഖിൽദാസ് ടി, ജിയോ ജേക്കബ്, സാബിർ അലി, പി സജീഷ്, സജേഷ് CK, കൃഷ്ണദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 തിരൂർ. വ്യാജ ബോംബ് ഭീഷണി പോലീസിനുണ്ടാക്കുന്ന പൊല്ലാപ്പ് ചില്ലറയല്ല. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലും കോഴിക്കോട് കൊയിലാണ്ടി വടകര RTO ഓഫീസിലുമാണ് ഒടുവിൽ ബോംബ് ഭീഷണി ഉണ്ടായത്. ഇമെയിലിലായിരുന്നു ഭീഷണി സന്ദേശങ്ങൾ. പരിശോധനയിൽ ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെല്ലാം തിരക്കിലായ സമയത്താണ് അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഭീഷണി സന്ദേശം വന്നത്. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഇമെയിൽ സന്ദേശത്തെ തുടർന്ന് പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും മൂവാറ്റുപുഴ ഫയർഫോഴ്സും കെട്ടിടത്തിൽ പരിശോധന നടത്തി. റൂറൽ പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് 2 മണിക്കൂറോളം പരിശോധന നടത്തി. എങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുലർച്ചെ 4 മണിയോടെ മൂവാറ്റുപുഴ RDOയ്ക്കാണ് ഇമെയിലിൽ ഭീഷണി സന്ദേശം ലഭിച്ചത്. ഇമെയിലിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏപ്രിൽ 1-ന് ആരെങ്കിലും കബളിപ്പിക്കുന്നതിനായി സന്ദേശം അയച്ചതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെല്ലാം തിരക്കിലായ സമയത്താണ് അവരുടെ ജോലി തടസ്സപ്പെടുന്ന വിധത്തിൽ ഭീഷണി സന്ദേശം എത്തിയത്. സമാന രീതിയിലാണ് കോഴിക്കോട് കൊയിലാണ്ടി വടകര RTO ഓഫീസുകളിലും ഭീഷണി സന്ദേശം എത്തിയത്. 2 RTOമാരുടെയും ഔദ്യോഗിക ഇമെയിലിലാണ് ഭീഷണി എത്തിയത്. 13ഓളം ബോംബുകൾ പലയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നായിരുന്നു സന്ദേശം. തമിഴ്നാട് സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങളാണ് മലയാളത്തിലുള്ള സന്ദേശങ്ങളിലുള്ളത്. പോലീസും ബോംബ് സ്ക്വാഡും 2 ഇടങ്ങളിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഭീഷണി മൂലം 2 ഓഫീസുകളുടെയും പ്രവർത്തനം ഏറെ നേരം തടസ്സപ്പെട്ടു. സന്ദേശങ്ങളുടെ ഉറവിടം തേടി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമീപകാലത്ത് കോടതികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിലടക്കം പലതവണ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് 18 മൂവാറ്റുപുഴ കൊയിലാണ്ടി. തെരഞ്ഞെടുപ്പ് സമയത്ത് മദ്യത്തിന് വലിയ ഡിമാൻഡാണ്. പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നവരെ ചിലപ്പോൾ മദ്യം നൽകിയൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരും. അതിനായി വ്യാജമദ്യം വ്യാപകമായി ഒഴുകുന്നുണ്ടെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. ഇതോടെ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട തിരുവല്ലയിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എക്സൈസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിൽ 40 ലിറ്റർ വിദേശ മദ്യം പിടികൂടി. തിരുവല്ല പുറമറ്റത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്നാണ് മദ്യം കണ്ടെടുത്തത്. സ്ഥാപനം നടത്തിപ്പുകാരനായ ബിബിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. തുടർച്ചയായുള്ള അവധി ദിവസങ്ങളും തെരഞ്ഞെടുപ്പ് കാലവും ലക്ഷ്യമിട്ടാണ് 40 ലിറ്റർ വിദേശ മദ്യം വിൽപ്പനയ്ക്കായി വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം സൂക്ഷിച്ചിരുന്ന തിരുവല്ല പുറമറ്റം സ്വദേശി ബിബിൻ MK പിടിയിലായത്. വർക്ക്ഷോപ്പിൽ കുപ്പികളിൽ സൂക്ഷിച്ചിരുന്ന മദ്യം എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തു. ജില്ലയിൽ പല സ്ഥലങ്ങളിലും അനധികൃത മദ്യവിൽപ്പന സജീവമാണ്. വരും ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുൻ മന്ത്രി G. സുധാകരന്റെ ഡ്രൈവറും CPM പുന്നപ്ര സെൻട്രൽ ലോക്കൽ കമ്മിറ്റി അംഗവുമായ പ്രദീപ് കുമാറിന് വധഭീഷണി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയാൽ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്നാണ് ഭീഷണി. പ്രദീപ് കുമാർ പുന്നപ്ര പോലീസിൽ പരാതി നൽകി. സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ഹർജി നിലനിൽക്കുമെന്നും വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണവേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് CPI നേതാവാണ് ഹർജി നൽകിയത്. രഹസ്യബന്ധം ആരോപിച്ച് ബീഹാറിൽ സ്ത്രീക്ക് നേരെ കൂട്ട ലൈംഗിക അതിക്രമം. ബീഹാറിലെ നളന്ദ ജില്ലയിലെ അജയ്പൂർ സ്വദേശിനിക്ക് നേരെ തെരുവിൽ വെച്ചുണ്ടായ അതിക്രമത്തിൽ 2 പേർ അറസ്റ്റിലായി.
ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുടെ കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ ചില വീടുകളിൽ ഭാര്യമാരെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന പുരുഷന്മാരുമുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളിലെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുകയെ. ഭാര്യയെ ലൈംഗികമായും മാനസികമായും ഉപദ്രവിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഒരു ചെറുപ്പക്കാരൻ നൽകിയ പരാതി അത്ര നിസ്സാരമായി കാണരുത്. അശ്ലീല വീഡിയോകളിലെ രംഗങ്ങൾ അനുകരിക്കാനും സുഹൃത്തുക്കളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും ഭാര്യ നിർബന്ധിച്ചെന്നാണ് ബംഗളൂരു സ്വദേശിയായ 37-കാരൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ഭാര്യയുടെ ആഡംബര ജീവിത രീതിക്ക് തൻ്റെ സാമ്പത്തികം മതിയാകുന്നില്ലെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു. ഇതിന് പുറമെ ഭാര്യാപിതാവ് തന്നെ ഭീഷണിപ്പെടുത്തിയതായും യുവാവിൻ്റെ പരാതിയിലുണ്ട്. അതിനിടെ യുവാവിനെതിരെ ഭാര്യയും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ഇതുപോലെ ചൂഷണം നേരിടുന്ന പുരുഷന്മാർ പല വീടുകളിലുമുണ്ടാകാം. നാണക്കേട് കാരണം പരാതി പറയാൻ പോലും തയ്യാറാകാത്തതാകും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.